ദിസ് ഇസ് ഡാലിയ ഒറിജിനൽ, നോട്ട് പ്ലാസ്റ്റിക്. കണ്ടാലറിയാമല്ലോ. ഇവിടെ ഏത് വാച്ച് വേണമെങ്കിലും എടുക്കാം. ജോമിന വാണ്ടഡ് മുറാനോ വാച്ച്. ഇത് ആർട്ടിഫിഷ്യലാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ എപ്പോഴും മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഈശോയെ, ഞാനതിനകത്തുണ്ടത്. ഓക്കെ, ഈശോ കഴിഞ്ഞു. ഇതങ്ങനെ പോയാലും നമ്മുടെ വീട്ടിലോട്ട് ചെല്ലാം. കുറേ നടക്കണമെന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ സിറ്റി സെൻറ്ററിലോട്ടാണ് വരുന്നത്. ഈ ബസാനോ ദൽ ഗ്രാപ്പ നിങ്ങൾ അടിച്ചു നോക്കിക്കോ, കിട്ടും. നല്ല രസമായിരിക്കും. ഇത് ഈ ആർട്ടിഫിഷ്യൽ സാധനങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് പാസ്ത, ഇങ്ങനെ കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെയാണ്. ഒരു ഡോറാണിത്, അതിൻ്റെ പിടിയാണിത്. പണ്ടത്തെ കാലത്ത് ഇംഗ്ലണ്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെ ഈ പിടിയിൽ പിടിച്ചിട്ട് ഇത് അനങ്ങുന്നില്ലല്ലോ, ഇതവിടെ ഒട്ടിച്ച് വെച്ചു, വെൽഡ് ചെയ്ത് വെച്ചിരിക്കുക. കോഫി ബാർ. Wow, everyone decamped with their things, no? ഇത് we can sit outside, enjoy, have the coffee, whatever you want, buy some souvenirs. Look, എന്താ ബ്യൂട്ടി എന്നുള്ളത്. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഷോക്കേസിൽ വെക്കാൻ കൊള്ളാം. എൻ്റെ വീട്ടിൽ ധാരാളം ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും മേടിക്കാനുള്ള ആഗ്രഹമില്ല. പണ്ടൊക്കെ എന്ത് കണ്ടാലും വാങ്ങിക്കൊണ്ട് ഓടുന്നതായിരുന്നു. ഓയ്യ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അധികം ചൂടില്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ ഓപ്പൺ എയറിലിങ്ങനെ അവർ ചെയർ ഇട്ടേക്കും. ഇച്ചിരി കൂടെ ഡിന്നറൊക്കെ ഇവിടെ നമുക്ക് സെർവ് ചെയ്യും. റെസ്റ്റോറൻറ്റിൻ്റെ മുൻവശത്താണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും വന്നിരുന്ന് കഴിയുമ്പം അവർ വരും, വെയിറ്റ്രസ് ചോദിക്കും എന്താ വേണ്ടത്, അത് നമുക്ക് കൊണ്ടു തരും. ഇപ്പം തന്നെ ആൾക്കാർ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ചയാണല്ലോ, എല്ലാവർക്കും അവധിയുള്ള ദിവസമല്ലേ, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യും. ഇത് നമ്മുടെ നാട്ടിൽ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നത് എത്ര നല്ലതായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലിപ്പോൾ ഇതൊന്നുമല്ല പണി. ഐസ്ക്രീം ആൻഡ് യു ഓൾസോ സ്ക്രീം. ഓ, ലുക്ക് അറ്റ് ദീസ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരെണ്ണം ഇവിടെ നിർത്തിയാൽ നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം തന്നെ അതിനെ പറിച്ചുകൊണ്ട് പോകും. എന്താ നാരകമാണ്. നാട്ടിൽ നിൻ്റേത് എൻ്റേതാണെന്നുള്ള ചിന്തയിലാണല്ലോ മനുഷ്യന്മാരുടെ ജീവിതമെല്ലാം കൂടെ. എത്ര മണിയായി? 3 കഴിഞ്ഞ്. അതാ ചെറുത് കുറേ ഉണ്ടായി വന്നിട്ടുണ്ട്. എന്താ കണ്ടോ? വാ, ആരും തൊടുക പോലുമില്ല. നോ വൺ കെയർസ്. ഇവിടെ ഒരാളിതാ കിടക്കുന്നു. വല്ല പുലിയാന്ന് തോന്നിയിട്ടുണ്ടോ? അതിൻ്റെ കളറും കാര്യങ്ങളും. മൈ പ്ലേസ് ഫോർ ദ ഹാറ്റ്. Yeah, I remember. I know this. Yeah. ഇത് സുവനീർ ഐറ്റംസ് ആണ്. അല്ലാണ്ട് നമ്മൾ ഇവിടെ താമസിക്കുന്ന ടിബറ്റൻ അതാ കാർപ്പറ്റ് ലൈക്ക് തിങ്. ഡ്രസ്സിൻ്റെ ആണല്ലോ.
ഇവിടെ ഇതാണ് ഈ ആഹാരം കഴിക്കൽ തന്നെയാണ് ഇവർക്കുള്ള പ്രത്യേകത. ഇതൊരു മ്യൂസിയമാണ് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തെ ഇതിൽ ഒരു പള്ളിയുടെ ഗോപുരം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതാ കണ്ടല്ലോ. നാളെ ഞാൻ അവിടെയാണ് ഒലിവ് സൺഡേക്ക് വരുന്നത്. പാം സൺഡേ നമ്മളെ രാജ്യത്ത്. ഓക്കെ, ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്ഥലമാണ്. കാരണം 2ാം ലോക മഹായുദ്ധ കാലത്തിന് ശേഷം ഈ ഹിറ്റ്ലർ നശിപ്പിച്ചവരും എല്ലാം ഈ സോൾജേഴ്സ് അവരുടെ ഗുഹയിലിരുന്നപ്പം അവരെയൊക്കെ ബോംബിട്ട് നശിപ്പിച്ചപ്പോൾ ഇവരുടെ ഇൻസിഗ്നിയ ഉണ്ട്. കാരണം വെച്ചാൽ ഇവരുടെ പേരും വയസ്സും രാജ്യങ്ങളും എഴുതിയ ഒത്തിരി പേര് എല്ലാ അലൈസിൽ നിന്നുള്ള ബോൺസിൻ്റെ കൂടെ മരിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ അവരുടെ ബോണ്ടിനോട് ചേർന്ന് അവരുടെ ഏത് കോണ്ടിജൻ്റാണ് ഇതെല്ലാം അവർ അങ്ങനെ അത് മുഖാന്തരം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഒരു പീജിയൻ ഹോൾ മാതിരി ഉള്ളത് മൗണ്ടൻ്റെ ടോപ്പിലുണ്ടാക്കി. ഗ്രാപ്പ എന്ന് പറയുന്ന ഒരു മൗണ്ടനാണ്. അതിൻ്റെ ടോപ്പിലുണ്ടാക്കി ഇങ്ങനെ മരിച്ചവരൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ആ കാലഘട്ടത്തിൽ എൻ്റെ അമ്മായിമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ മകൻ ഓൺലി 23 years old. അത് ലുക്ക് ഹൗ ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഇസ്. അപ്പോൾ അതിനെയും കൂടെ വെച്ച് അപ്പോൾ ഒരിക്കൽ അമ്മായിമ്മയായിട്ട് ഞാൻ മുകളിൽ പോയി. അത് കുറേ ഡ്രൈവ് ചെയ്യണം. ഇങ്ങനെ കയറ്റം കയറി നമ്മൾ വയനാട്ടിൽ പോകുന്നതൊക്കെ അങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അത് കണ്ടു പോന്നു. അവിടെ നമുക്കൊരു അമ്മായിയമ്മയ്ക്ക് വലിയ പിടിപാടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തി സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാൾ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ആഹാരമൊക്കെ മേടിച്ച് തരുമൊക്കെ ചെയ്തു അമ്മായിയമ്മ. അപ്പം എല്ലാവരും ആഹാരം കഴിഞ്ഞു. ഇപ്പം 4 പോയിട്ടുണ്ട്. ആൾക്കാർക്കെല്ലാം ഇത് തന്നെ ചിന്ത. ഇവിടെ 24 hours ഭക്ഷിച്ചുകൊണ്ടിരിക്കുക അല്ലെ ഷോപ്പിംഗ് ചെയ്യുക. ഇത് തന്നെ നോട്ട് ഹിയർ. ലെറ്റ്സ് സീ ഇൻ ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചർച്ച്. ഇത് അങ്ങോട്ടേക്ക് പോകുന്ന വേറൊരു വഴിയാണ്. ഇങ്ങനെ ബൈലൈൻസ് ആണ്. Yeah, we can also come and look if there is the ദാനി. എനിക്ക് പറ്റിയൊരു ഉടുപ്പുണ്ടല്ലോ ഇവിടെ.